10 ഡേയ്സ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ ബിഗിനേഴ്സ് ചലഞ്ചിൻ്റെ ഒന്നാമത്തെ ക്ലാസ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും. അതിൽ നമ്മൾ ഒരു സെൻറ്റൻസ് എങ്ങനെ സംസാരിക്കാൻ തുടങ്ങാം, അതെങ്ങനെ നമുക്ക് അതിൻ്റെ സ്റ്റാർട്ടിങ് ആക്കി എടുക്കാം എന്നുള്ള കാര്യങ്ങളായിരുന്നു സംസാരിച്ചത്. അവിടെ ഐ, യു, ഹി, ഷീ, വി, ദേ മുതലായ വാക്കുകളിൽ നിന്നും പുതിയ പുതിയ വാക്കുകൾ സന്ദർഭത്തിനനുസരിച്ച് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്ന കാര്യങ്ങൾ അവിടെ നമ്മൾ സംസാരിച്ചിരുന്നു. ആ ക്ലാസ് കണ്ടിട്ടില്ലാത്തവർ ആ ക്ലാസ് കൂടി ഒന്ന് കാണാൻ ശ്രമിക്കുക. ഒപ്പം നിങ്ങൾ ലൈക്ക് ചെയ്ത് മുന്നോട്ട് പോവുക. ഏറ്റവും അവസാനം കൊടുത്തിരിക്കുന്ന സ്പീക്കിംഗ് പ്രാക്ടീസ് വളരെ നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലായോ എന്നറിയാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങളത് കമൻറ്റുകളായിട്ട് തന്നെ ഞാൻ ഇവിടെ ഒരു 3 സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. ആ സെൻറ്റൻസ് കൂടി ഒന്ന് ടൈപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഈ 3 സെൻറ്റൻസുകൾ നിങ്ങൾക്ക് അത് ഈ ഒരു ക്ലാസ് കൊണ്ട് പ്രയോജനമുണ്ടായോ എന്ന് മനസ്സിലാക്കുവാനും ഇത് തെറ്റുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ തന്നെ എഡിറ്റ് ചെയ്ത് ചെയ്യാനും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആ ക്ലാസ്സിൻ്റെ കാര്യങ്ങൾ പെട്ടെന്ന് പിടികിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടുന്ന പ്രധാന കാര്യം, അവിടെ ആ ഒരു സെൻറ്റൻസ് ഇപ്പോൾ ഞാൻ സ്കൂളിൽ പോകുന്നു എന്നതിൻ്റെ ഞാൻ എന്ന സന്ദർഭം അത് ഓരോ ആളുകളിലും എങ്ങനെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ പഠിച്ചത്. അപ്പോൾ ഇവിടെ നമുക്കിപ്പം ഐ എന്നതിന് പകരം രാജു അല്ലെങ്കിൽ ലീല, ഇപ്പോൾ ഹി എന്നതിന് പകരം റാം, ഷീ എന്നതിന് പകരം ദേവു, വി എന്നതിനാണെങ്കിൽ ചിൽഡ്രൻ ഞങ്ങൾ എന്നുള്ളതിന് പകരം കുട്ടികൾ, ദേ എന്നതിന് പകരം പ്യൂപ്പിൾ എന്നിങ്ങനെ നമുക്ക് പല പല വാക്കുകൾ നമുക്ക് ചേർത്ത് എഴുതുമ്പോൾ ഇംഗ്ലീഷിനെ സംബന്ധിച്ച് വളരെയധികം മാറ്റങ്ങൾ അതിലുണ്ടാകാറുണ്ട്, മലയാളം പോലെയല്ല. ഓക്കെ, ഞാൻ പഠിക്കുന്നു എന്ന് മലയാളത്തിൽ പറയുമ്പോൾ ഞങ്ങൾ വരുമ്പോഴും പഠിക്കുന്നു എന്ന തന്നെയുള്ള വാക്കുകളാണ് വരുന്നത്. അവൻ വരുമ്പോഴും പഠിക്കുന്നു എന്നാണ്, അവൾ വരുമ്പോഴും പഠിക്കുന്നു എന്നാണ്. എന്നാൽ ഇംഗ്ലീഷിൽ അത് മാറി വരുമ്പോൾ ഒരാൾ മാത്രം ഉള്ളപ്പോൾ പറയുന്നത് പോലെ അല്ല കുറേ പേരധികം ഉള്ളപ്പോൾ. അപ്പോൾ ഇംഗ്ലീഷിൽ നമുക്ക് ഒരാളെന്നുള്ളതിന് സിംഗുലർ എന്നും കുറേ പേരുണ്ടെങ്കിലും പ്ലൂറൽ എന്നും പറയാം. എന്നാൽ ഈ സിംഗുലറിനെ തന്നെ നമുക്കത് അതിൻ്റെ രീതിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അവിടെ നമുക്ക് ഏതൊക്കെ കാര്യങ്ങൾ, ഇപ്പം ഒരു ആൺകുട്ടി എന്ന് പറയുന്നതിന് എ ബോയ് എന്നാണ് പറയുന്നത്, ഒരു കാർ എന്നതിന് എ കാർ എന്നാണ് പറയുന്നത്. പക്ഷേ ഒരാപ്പിൾ എന്ന് പറയുമ്പം എ ആപ്പിൾ എന്നല്ല പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്ത് തന്നെ ഈ ക്ലാസ്സിൻ്റെ മുന്നേക്ക് പോവുക. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ സംസാരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ സിംഗുലറും പ്ലൂറലും അതിൻ്റെ ഒരു കുറച്ച് കാര്യങ്ങൾ ബേസിക്കായിട്ട് ഞാനൊന്ന് പറയട്ടെ. അതിലിപ്പോൾ എ ബോയ് എന്ന് പറയുമ്പം എ എന്നത് നമുക്ക് ഒരു അല്ലെങ്കിൽ ഒന്ന് എന്നൊക്കെ നമുക്ക് പറയാം. എ ബോയ്, എ കാർ, എ മാൻ, എ ബാഗ്, എ ബുക്ക് എന്നൊക്കെ പറയാം. എന്നാൽ ഈ എ എന്നത് ഒരു അല്ലെങ്കിൽ ഒന്ന് എന്നത് നമുക്ക് എ, ഇ, ഐ, ഒ, യു ഈ 5 അക്ഷരങ്ങൾ വരുന്ന വാക്കുകൾ. പക്ഷേ അക്ഷരങ്ങൾ അവള കേട്ടോ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത്. എ എന്നതിനെ നമ്മൾ ഇംഗ്ലീഷിൽ ആ എന്ന് ഉച്ചരിക്കുന്നു, ഇ എന്നതിന് നമ്മൾ എ എന്ന് ഉച്ചരിക്കുന്നു. ഞാനിവിടെ അതിൻ്റെ എക്സാമ്പിൾ കൂടി കാണിക്കാം. അതായത് ഇപ്പം ആൻറ്റ്, ഉറുമ്പ് എന്നതിന് ആൻറ്റ് എന്നാണ്. അപ്പം ANT ആൻറ്റ് അല്ലെങ്കിൽ AND ആൻറ്റ്. അപ്പം ഇതെല്ലാം എ എന്നതിന് ആ എന്നാണ് ഉച്ചാരണം. എന്നാൽ അത് ഇയിലേക്ക് വരുമ്പം എലഫൻറ്റ്, അവിടെ നമ്മൾ എന്താണ് ഇ അല്ലെങ്കിൽ എ എന്നാണ് ഉച്ചരിക്കുന്നത്. ഇപ്പം ഈഗിൾ എന്ന് വരുമ്പം EAGLE ഇ എന്നുള്ളൊരു ഉച്ചാരണം അവിടെ വരുന്നു. എന്നാൽ ഐയിലേക്ക് വരുമ്പോൾ അത് ഐ എന്നോ അല്ലെങ്കിൽ ഇ എന്നോ ആണ് ഉച്ചരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇന്ത്യ, INDIA ഇന്ത്യ, അവിടെ ഐക്ക് IE എന്നാണ് ഉച്ചാരണം. എന്നാൽ ഐസ്ക്രീം, ICE ഐസ്ക്രീം, അവിടെ ഐ എന്നാണ് ഐക്ക് ഉച്ചാരണം വരുന്നത്. ഓ വരുമ്പോഴാണെങ്കിൽ ഓൾ, OWL ഓൾ. എന്നാൽ ONE നമ്മളെങ്ങനെ ഉച്ചരിക്കും? വൺ എന്നാണ് ഉച്ചരിക്കുന്നത്. വൺ, ഇവിടെ നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലായി. അപ്പം വി എന്നുള്ള ഉച്ചാരണോ. പക്ഷെ യു വരുമ്പം ഇപ്പം യുവിന് നമുക്ക് അംബ്രല എന്ന് വരുമ്പം ആ എന്ന് ഉച്ചരിക്കുന്നു. പക്ഷേ നമ്മൾ യു എന്നതിന് യൂണിവേഴ്സിറ്റി എന്ന് വരുമ്പോൾ അവിടെ യായാണ് ഉച്ചാരണം വരുന്നത്. അപ്പോൾ നോക്കൂ, ഈ AEIOU ഈ അക്ഷരങ്ങളെല്ലാം പല രീതിയിലാണ് ഉച്ചരിക്കുന്നത്.
ഓക്കെ, ഇത് ബേസിക് ആയിട്ടുള്ള കാര്യമൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. എ ഇ ഐ ഒ യു പല രീതിയിൽ ഉച്ചരിക്കുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഉച്ചാരണം. ഓക്കെ, അതിൻ്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോഴേ, അതായത് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ വാക്കുകളെല്ലാം നിങ്ങൾക്കറിയാവുന്നതാണ്. ഇത് സ്വരാക്ഷരങ്ങൾ പോലെ, അതായത് നമ്മളിപ്പോൾ മലയാളത്തിൽ ആ മുതൽ അം വരെ പറയുമല്ലോ, അതിനിടയ്ക്കുള്ള ഏതെങ്കിലും ഒരു സൗണ്ടായിട്ടാണ് വരുന്നതെങ്കിൽ അവിടെ നമ്മൾ ഇപ്പം ആപ്പിൾ എന്നുള്ളതിന് എ ആപ്പിൾ എന്ന് പറയില്ല, ആൻ ആപ്പിൾ എന്നാണ് പറയുന്നത്. കാരണം അവിടെ ആ എന്നാണ് എയ്ക്ക് ഉച്ചാരണം വന്നിരിക്കുന്നത്, ആപ്പിളിൻ്റെ എ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഞാൻ ഓരോന്നിങ്ങനെ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്, ശ്രദ്ധിക്കുക. എ എന്നാണ് അവിടെ ഉച്ചാരണം വരുന്നത്. അപ്പം ആൻ ആപ്പിൾ. ഓക്കെ, എഗ്, EGG, അവിടെ എന്ത് വരും? ആൻ എഗ്. അപ്പോൾ അത് ആയിക്കും അമ്മിനും ഇടയ്ക്കുള്ള സ്വരാക്ഷരമാണ്. ആ ഈ എന്ന സ്വരാക്ഷരം ഇല്ലേ, ആ സ്വരാക്ഷരങ്ങൾക്കിടയ്ക്ക് വരുന്ന വാക്കുകൾ, ഉച്ചാരണമാണ് നമുക്ക് ഈ വാക്കുകൾക്കെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? അവിടെ ആൻ എന്നത് കൊടുക്കുക. അപ്പം നമ്മൾ എ ബോയ് എ കാർ പറഞ്ഞതുപോലെ ആൻ ആപ്പിൾ, ആൻ എഗ്, ഓക്കെ, ആൻ ഐസ്ക്രീം, അവിടെ ഐ എന്നല്ലേ വരുന്നത്, അപ്പോൾ ഐ എന്ന് പറയുന്നത് സ്വരാക്ഷരമല്ലേ. ആൻ ഐസ്ക്രീം, ആൻ ഓൾ, OWL ഓൾ, ആൻ അംബ്രല. എന്നാൽ വൺ വരുമ്പോൾ എങ്ങനെ വരും? A1 എന്നേ വരുള്ളൂ. ഓക്കെ, യുവിന് യാ എന്നല്ല, ഞാൻ മുമ്പേ പറഞ്ഞ യൂണിവേഴ്സിറ്റി വരുമ്പോൾ എന്ത് വരും? A യൂണിവേഴ്സിറ്റി എന്നേ വരുള്ളൂ. മനസ്സിലായോ? അതായത് എ ഇ ഐ ഒ യു അക്ഷരങ്ങൾക്കല്ല, ഉച്ചാരണങ്ങൾക്ക് മുമ്പിൽ, അതായത് എ എന്നോ ഇ എന്നോ ഐ എന്നോ ഓന്നോ യൂന്നോ, യു എന്നുള്ളത് ഊന്നാണ് ഉച്ചാരണം വരുന്നത്, ഊന്നോ അങ്ങനെ ഒരു, അല്ലെങ്കിൽ ഇപ്പം അംബ്രല പറഞ്ഞ പോലെ ആ, അങ്ങനെ ഉച്ചാരണം വരികയാണെങ്കിൽ മാത്രം നമ്മൾ ആൻ യൂസ് ചെയ്യുന്നു. അല്ലാത്ത സന്ദർഭങ്ങളിൽ എ യൂസ് ചെയ്യുന്നു. ഇത് ഈ പറഞ്ഞ അക്ഷരങ്ങൾ ഏതെങ്കിലും ആദ്യം വരികയും അതിൻ്റെ ഉച്ചാരണം നമ്മളിപ്പോൾ പറഞ്ഞ എ ഐ ഒ യുക്കകത്ത് വരുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നമ്മൾ എ തന്നെ കൊടുക്കണം. അതുകൊണ്ടാണ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞപ്പോൾ എ യൂണിവേഴ്സിറ്റി എന്നും, വൺ എന്ന് പറഞ്ഞപ്പം A1 എന്നും നമ്മൾ പറഞ്ഞുള്ളൂ. ചിലർക്ക് നമ്മൾ കണ്ടില്ലേ A1 ഹോട്ടൽ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ അത് എ വരുന്നതിന് കാരണം അവിടെ വാ എന്നാണ്, അവിടെ വി ആണ് ഉച്ചാരണം വരുന്നത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കുക. അത് ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, ഇങ്ങനെ ബേസിക്കായിട്ട് ഉള്ള ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് കോൺഫിഡൻ്റായി സംസാരിക്കാനുള്ള പേഴ്സണൽ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ, അതായത് മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലാസ്സുകൾ എൻ്റെ പേഴ്സണലായിട്ടുള്ള ക്ലാസ്സുകളുണ്ട്. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നോക്കൂ, അപ്പോൾ ഈ എ ഇ ഐ ഒ യു വരുമ്പം അവിടെ എന്താണ് വരേണ്ടത്? ആൻ ആണ് വരേണ്ടത്. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പം എടുത്തു പറയേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. ആ വീട്, ദ ഹൗസ്, ആ പർട്ടിക്കുലർ എന്ന് കാണിക്കുന്നതിന് നമ്മൾ ദ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ പഠിക്കുന്നത് എ ആൻഡ് ദയുടെ ഉപയോഗമാണെങ്കിൽ കൂടി ഇത് ബേസിക്കായിട്ട് സംസാരിക്കുമ്പോൾ ഉപയോഗിക്കേണ്ടതാണ് ഞാൻ പറയുന്നത് കേട്ടോ. ആ ആർട്ടിക്കിൾസ് എന്നൊരു വിഭാഗമാണ്, അതെങ്കിലും ഞാൻ അതല്ല ഇപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ സംസാരിക്കുമ്പോൾ ബേസിക്കായിട്ട് മനസ്സിൽ വെച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ഇപ്പം നമ്മൾ ഞാൻ റോഡിലൂടെ പോകുമ്പോൾ ഒരു പട്ടിയെ കണ്ടു. വെൻ ഐ ഗോ ത്രൂ ദ റോഡ് ഐ സാ എ ഡോഗ്. ഞാനൊരു പട്ടിയെ കണ്ടു. അവിടെ നമ്മൾ ഉപയോഗിച്ച എ ഡോഗാണ്, ഒരു പട്ടി എന്നുള്ള അർത്ഥം. പക്ഷേ ദ ഡോഗ് വാസ് ബ്ലാക്ക്, ആ ഡോഗ് കറുപ്പായിരുന്നു. അവിടെ ഞാൻ ആ എന്ന് പറഞ്ഞത് ഏതാണോ പട്ടി, ആ പട്ടിയെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ അവിടെ ദ ഡോഗ് വാസ് ബ്ലാക്ക്. ഓക്കെ, അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് എ ആൻഡ് ദ ചില സന്ദർഭങ്ങളിൽ കാണുമ്പോൾ ഇതെങ്ങനെ വന്നു എന്ന് നിങ്ങൾ ചിന്തിക്കാറുണ്ട്. അപ്പോൾ ഈ ദ ഒക്കെ യൂസ് ചെയ്യാൻ ഒത്തിരി നിയമങ്ങളുണ്ടെങ്കിലും ഇത്രയും നിങ്ങൾ മനസ്സിലാക്കുക. പർട്ടിക്കുലറായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ, ഇപ്പം നമ്മൾ ബൈബിൾ പറയുമ്പം ദ ബൈബിൾ, ഖുർആൻ പറയുമ്പോൾ ദ ഖുർആൻ, അതുപോലെ ഭഗവത്ഗീത പറയുമ്പോൾ ദ ഭഗവത്ഗീത എന്നൊക്കെ പറയുന്നതിന് കാരണം ഇതാണ്. ഇതെല്ലാം പർട്ടിക്കുലറാണ്. ഓക്കെ, ഇപ്പോൾ ദ പസഫിക് സീ, ദ മറിയാന ട്രെഞ്ച് എന്നൊക്കെ പറയാറില്ലേ, ഇതെല്ലാം പർട്ടിക്കുലറാണ്. ഇതിന് പല നിയമങ്ങളുണ്ടെങ്കിലും ഇതെല്ലാം വന്ന് നിൽക്കുന്നത് ആ പർട്ടിക്കുലർ എന്നുള്ള ആ ഒരു കാര്യത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ കൺസണൻറ്റ് സൗണ്ട്സ് വരുന്നിടത്ത് നമ്മൾ എ യൂസ് ചെയ്യുക. വവൽ സൗണ്ട്സ്, വവൽ ലെറ്റേഴ്സ് അല്ല, വവൽ സൗണ്ട്സ് വരുന്നിടത്ത് നമ്മൾ ആൻ യൂസ് ചെയ്യുക. പർട്ടിക്കുലറായി എന്ത് കാണുന്നോ അവിടെ നമ്മൾ ദ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പം ഇവിടെ
ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോരോ സെൻറ്റൻസുകൾ യൂസ് ചെയ്യുമ്പോഴാണ്. ഇപ്പം ഈ എയും ആനും യൂസ് ചെയ്തതിന് കാരണം പറഞ്ഞത് പ്രധാനമായും സിംഗുലറാണ്, ഇത് പ്ലൂറലായത് എന്താണെന്ന് മനസ്സിലാക്കാനാണ്. അപ്പം എയും ആനും വരുന്നിടെല്ലാം സിംഗുലർ ആയിരിക്കും എന്നൊരു തത്വം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പം പ്ലൂറൽ ആവുമ്പോഴും സിംഗുലർ ആവുമ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ സിംഗുലറും പ്ലൂറലും നിങ്ങൾ ആ വ്യത്യാസം മനസ്സിലാക്കി വെക്കുക. സിംഗുലർ വരുന്നിടത്ത് എ അല്ലെങ്കിൽ ആൻ ഉണ്ടായിരിക്കും. ഓക്കെ, പ്ലൂറൽ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്ലൂറൽ എന്ന് പറയുന്നത് കുറേ കാര്യങ്ങൾ വരുന്നതാണ് പ്ലൂറൽ എന്ന് പറയുന്നത്, അല്ലേ? ഈ രണ്ടും ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ പഠിക്കുന്നു എന്ന് മലയാളത്തിൽ പറയുമ്പോഴും ഞങ്ങൾ പഠിക്കുന്നു എന്ന് പറയുമ്പോഴും ആ വെർബുകൾ, അതായത് പ്രവൃത്തി എന്ന് പറയുന്നത് ഇവിടെ പഠിക്കുന്നു എന്നുള്ളതാണ്. ഈ പഠിക്കുന്നു എന്നുള്ളത് രണ്ടിടത്തും ഒന്ന് തന്നെ പറയുന്നത്. പക്ഷേ ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ നമ്മളിപ്പം ഞാൻ പഠിക്കുന്നു എന്ന് പറയുമ്പം നമുക്ക് അവിടെ ഉപയോഗിക്കുന്നതല്ല അവൻ പഠിക്കുന്നു എന്ന് പറയുമ്പോൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ പഠിക്കുന്നു എന്ന് പറയുമ്പോൾ ഉപയോഗിക്കുന്നത്. അതെല്ലാം ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ പഠിക്കുന്നു, ഇപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സബ്ജക്റ്റുകൾ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഡേ 1 തന്നെ അതിൻ്റെ പ്രത്യേകതകളെല്ലാം പഠിച്ചു. ഡേ 2 നമ്മൾ പ്രധാനമായിട്ടും സബ്ജക്റ്റുകളോടൊപ്പം എങ്ങനെ വെർബുകളെ ആഡ് ചെയ്യാം എന്നാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ വെർബുകളെ മനസ്സിലാക്കുമ്പോൾ ഇപ്പം ഞാൻ പറയാണ് ഞാൻ സഹായിക്കുന്നു, ഓക്കെ, ഞാൻ സഹായിച്ചു, അല്ലെങ്കിൽ ഞാൻ കളിക്കുന്നു, ഞാൻ കളിക്കുന്നു, ഞാൻ കളിച്ചു, ഞാൻ കളിക്കും. ഇവിടെ കളിക്കുന്നു എന്ന് പറയുമ്പം കുന്നു എന്നൊരു ഉപയോഗം, കളിച്ചു എന്ന് പറയുമ്പം ചു എന്നൊരു ഉപയോഗം, കളിക്കും എന്ന് പറയുമ്പോൾ കും എന്നൊരു ഉപയോഗം. ഇത് മൂന്നുമാണ് നമുക്ക് മലയാളത്തിൽ, അല്ലെങ്കിൽ ഓരോരോത് പോകുമ്പോൾ കളിച്ചിട്ടുണ്ട്, കളിക്കാറുണ്ട്, കളിക്കും എന്നൊക്കെ പറയുമ്പോഴും ആ ലാസ്റ്റിലൊരു അക്ഷരങ്ങളിലെ വ്യത്യാസങ്ങളിലാണ് നമുക്ക് മലയാളത്തിൽ പ്രവൃത്തികളെ മാറ്റി മാറ്റി നമ്മൾ പറയാറുള്ളത്, അല്ലേ? പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇംഗ്ലീഷിൽ അങ്ങനെയല്ല. ഇംഗ്ലീഷിൽ ഇവകളെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട് ഓക്സിലിയറി വേർബ് അഥവാ സഹായക ക്രിയകൾ എന്ന ഒരു വിഭാഗവുമായിട്ടാണ് ഇതിന് ബന്ധം. അപ്പം ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇപ്പം ഞാൻ പറയാണ് ഞാൻ കളിക്കുന്നു, ഞാൻ കളിക്കുന്നു എന്ന് പറയുമ്പം കളിക്കുക എന്നുള്ളതിന് പ്ലേ ആണല്ലോ. പ്ലേയുടെ കൂടെ നമ്മളൊരു കുഞ്ഞു ഓക്സിലറി വെർബ് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ മനസ്സിലാക്കുക, ചെറിയ ചെറിയ സഹായക ക്രിയകൾ. ഓക്കെ, ഈ പറഞ്ഞ അക്ഷരങ്ങൾ ചേർക്കുന്നതിന് പകരം ഓരോ വേർഡുകൾ. ഇപ്പം ഞാൻ കളിക്കുന്നു എന്ന് പറയുമ്പോൾ അപ്പോഴും ഞാനാണ്, പ്ലേ ആണ് കളിക്കുക, അതിൻ്റെ കൂടെ ഒരു ഓക്സിലറി വെർബ് കാണും. അതായത് പ്ലേക്ക് മുമ്പ് അല്ലെങ്കിൽ ശേഷം ഒക്കെ ആയിട്ടാണ് വരുന്നത്, ഒരു ഓക്സിലറി വെർബ് കാണും. ഞാൻ കളിക്കും എന്ന് പറയുമ്പോഴും അവിടെ ചിലപ്പോൾ അതിൻ്റെ കൂടെ ചേർന്നായിരിക്കും വരുന്നത്, ചിലപ്പോൾ അത് വേറൊരു വേർഡായിട്ടായിരിക്കും വരുന്നത്. ഞാൻ കളിച്ചു എന്ന് പറയുമ്പോഴും ഈ പ്ലേയോടൊപ്പം ഒരു ഓക്സിലറി വെർബ് ചേർക്കണം. ഞാൻ കളിക്കും എന്ന് പറയുമ്പോഴും പ്ലേയോടൊപ്പം മറ്റൊരു ഓക്സിലറി വെർബ് ചേർക്കണം. ഇങ്ങനെ ഓക്സിലറി വെർബുകളുടെ ഒരു കളിയാണ് ശരിക്കും എന്ത് ഇംഗ്ലീഷിൻ്റെ സംസാര രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എങ്ങനെയൊക്കെ നമ്മൾ സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴും അത് ക്വസ്റ്റ്യൻ ആവട്ടെ, സെൻറ്റൻസ് ആവട്ടെ, അല്ലെങ്കിൽ അപേക്ഷയാവട്ടെ, ആജ്ഞയാവട്ടെ, എന്തായിരുന്നാലും ഈ ഓക്സിലിയറി വേർബിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും തിരിച്ചും എഴുതി തന്നെയാണ് നമ്മൾ സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ടത്. അപ്പോൾ ഈ സെൻറ്റൻസുകൾ ഉണ്ടാക്കുമ്പോൾ അതൊരു സിസ്റ്റമാറ്റിക്കായിട്ട് അത് പഠിച്ചു പോവുകയാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം പറയുന്നത് നിങ്ങൾക്ക് അതെങ്ങനെ മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. നമുക്കതാണ് ഇപ്പോൾ നോക്കേണ്ടത്. ഇപ്പം ഞാൻ പറയാണ് ഞാനൊരു ടീച്ചർ ആണ്. ഇപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഓർക്കുക, എന്ത് പറയുമ്പോഴും സബ്ജക്റ്റ് അല്ലെങ്കിൽ അഥവാ ആരാണോ അത് പറയുന്നത് അവരുടെ തൊട്ടുകൂടെയാണ് വെർബ് പറയേണ്ടത്. ഇപ്പം വെർബ് എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയാണേ. ഞാൻ ടീച്ചറാണ്, ഞാനെന്ന് പറയുന്നത് സബ്ജക്റ്റ്, ഓക്കെ ആണല്ലോ. ടീച്ചർ ആണ്, ടീച്ചർ എന്ന് പറഞ്ഞ പ്രവൃത്തിയല്ലല്ലോ. ഇവിടുത്തെ പ്രവൃത്തി ഏതാ? ആണ് എന്നാണ്, അല്ലേ? അപ്പോൾ അവിടെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ആണ് എന്നതിന് നമുക്കൊരു ഓക്സിലറി വേർബ് ഉണ്ട്, അതാണ് ആം അല്ലെങ്കിൽ ഈസ് അല്ലെങ്കിൽ ആർ. ആം, ഈസ്, ആർ, ഇത് മൂന്നുമാണ് ആണ് എന്നതിനുള്ളതിന് ഓക്സിലറി വെർബ്. അപ്പം നിങ്ങൾ എവിടെ ആകുന്നു എന്നൊരു കാര്യം അല്ലെങ്കിൽ ആണ് എന്നൊരു കാര്യം പറയാൻ വരുമ്പോൾ ഇതിൽ മൂന്നിൽ ഏതാണ് എന്ന് നിങ്ങളൊന്ന് നോക്കുക. ഓക്കെ, അപ്പം ഞാനൊരു ടീച്ചറാണ് എന്ന് പറയുമ്പോൾ ഐ ആം എ ടീച്ചർ.
ഇവിടെ ക്ലാസ്സുകൾ കുറച്ചൊക്കെ അറിയാവുന്നവർക്കൊരു ബോറടി ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് തറോ ആയിക്കഴിഞ്ഞാൽ എത്ര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളിലേക്ക് ചെല്ലുമ്പോഴും എനിക്കിതറിയാമല്ലോ, പിന്നെ ഞാനിതെന്തിനു നോക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കാതെ ഇത് വീണ്ടും വീണ്ടും കേട്ടിട്ട് നിങ്ങൾ മറ്റ് ക്ലാസ്സുകളിലേക്ക് പോവുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും, ഒരു സംശയമില്ല. ഓക്കെ, അപ്പം ഞാനൊരു ടീച്ചറാണ് എന്ന് ഞാൻ പറയുമ്പം ഇവിടെ ഞാൻ എന്നതിന് ആണ് അല്ലേ, ഞാൻ ടീച്ചറാണ് എന്നാണ് പറഞ്ഞത്. ടീച്ചർ എന്നുള്ളത് കുറച്ച് അങ്ങോട്ട് മാറ്റി എഴുതാം, കാരണം അവിടെ നമ്മൾ സബ്ജക്റ്റ് എഴുതി കഴിഞ്ഞാൽ ആദ്യം എഴുതേണ്ടത് പ്രവൃത്തിയല്ലേ. അപ്പം ടീച്ചർ എന്നുള്ളത് അങ്ങോട്ട് മാറ്റി എഴുതുക. അടുത്തത് പ്രവൃത്തിയാണ്. അതിൽ ഇപ്പോൾ പറഞ്ഞ പോലെ ഈസാണോ ആമാണോ ആറാണോ ചേർക്കേണ്ടതെന്ന് നോക്കുക. ഐ എവിടെ വന്നാലും ആണ് എന്നതിന് നമ്മൾ ആം ആണ് ചേർക്കേണ്ടത്. ഒന്നാമത്തെ റൂളാണത്. ഐ ആം, ഞാനാണ്. ഓക്കെ, വേറെ പല ഓക്സിലറി വെർബ്സും ഐയുടെ കൂടെ ചേർക്കും, പക്ഷേ ആകുന്നു അല്ലെങ്കിൽ ആണ് എന്നതിന് നമ്മൾ ഐ ആം ആണ് ചേർക്കേണ്ടത്. അപ്പോൾ ഞാൻ ടീച്ചറാണ്, ഐ ആം എ ടീച്ചർ. ഞാനൊരു ടീച്ചർ ആണ്, ഐ ആം എ ടീച്ചർ. അപ്പം ഞാൻ ഹാപ്പിയാണ് എന്നെങ്ങനെ പറയും? ഐ ആം ഹാപ്പി. ഞാൻ വിഷമത്തിലാണ് എന്നാണെങ്കിലോ ഐ ആം സാഡ്. ഞാൻ ദേഷ്യത്തിലാണ്, ഐ ആം ആങ്ക്രി. അപ്പം എവിടെ ഞാൻ ഇന്നതാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇന്നതാണ് എന്നാണ്. നമ്മളവിടെ ഒരു പ്രവൃത്തിയല്ല പറയുന്നത്, പക്ഷേ ഇത് ഓക്സിലറി വേർബായിട്ടാണ് അല്ലെങ്കിൽ ആകുന്നു എന്ന് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കവിടെ എന്താണ്, നമ്മൾ ഏത് അവസ്ഥയിലാണോ അത് നമുക്ക് അങ്ങനെ പറയാം. ഐ ആം എ ടീച്ചർ, ഐ ആം ഹാപ്പി, ഐ ആം സാഡ്, ഓക്കെ, ഐ ആം ആങ്ക്രി. ഇങ്ങനെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ഞാൻ ഇന്നതാണ് എന്ന് നമുക്ക് പറയാനായിട്ട് ആം യൂസ് ചെയ്യാം. ഇപ്പം ശരിക്കും അടുത്തതിലേക്ക് നോക്കൂ. ഇപ്പം അവനെ പറ്റി, ഇപ്പം മറ്റൊരാളെ പറ്റിയാണ് പറയുന്നത്, അവനെ പറ്റിയാണ് പറയുന്നത്. അപ്പം അവൻ ഒരു ടീച്ചറാണ്. ഇപ്പം ഇവിടെ നമുക്ക് വേറെ ഒന്നും മാറുന്നില്ല, അവിടെ ആൾ മാത്രമേ മാറുന്നുള്ളൂ. നോക്കൂ, നമ്മളിപ്പോൾ മലയാളത്തിൽ ഞാനൊരു ടീച്ചറാണ് എന്നും അവൻ വന്നാലും അവനൊരു ടീച്ചറാണ് എന്നാണ് പറയുന്നത്. അവൾ വന്നാലും അവർ വന്നാലും ഒക്കെ അവർ അധ്യാപകരാണ്. അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ എന്നുള്ളത് ടീച്ചർ എന്നുള്ളത് ടീച്ചേഴ്സ് ആവുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ അതിൻ്റെ ഓക്സിലറി വെർബ് കൂടി മാറും. അതായത് അവൻ ഒരു ടീച്ചറാണ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഹീ കഴിഞ്ഞ് ആം അല്ല യൂസ് ചെയ്യുന്നത്, ഹീയോടൊപ്പം ഈസാണ്. അപ്പം അവനൊരു ടീച്ചറാണ്, ഹീസ് എ ടീച്ചർ. എന്നാൽ അവൻ ഹാപ്പിയാണ്, ഹീസ് ഹാപ്പി. അവൻ വിഷമത്തിലാണ്, ഹീസ് സാഡ്. അവൻ ദേഷ്യത്തിലാണ്, ഹീസ് ആങ്ക്രി. അവൻ വിശപ്പിലാണ്, ഹീസ് ഹംഗ്രി. അവൻ ദാഹത്തിലാണ്, ഹീസ് തേഴ്സ്റ്റി. ഓക്കെ, ഇങ്ങനെ നമുക്ക് പല പല രീതിയിൽ പല സെൻറ്റൻസുകൾ ഉണ്ടാക്കാം. അപ്പോൾ ഇവിടെ ആം കഴിഞ്ഞു, ഈസ് കഴിഞ്ഞു. എന്നാൽ ഇതേപോലെ തന്നെ അവർ ഒന്ന് പറഞ്ഞു നോക്കൂ. അവർ അധ്യാപകരാണ്. അധ്യാപകരാണ് എന്ന് പറയുമ്പോൾ അവർ എന്നുള്ളത് കുറേ ആൾക്കാരുള്ളത് കൊണ്ട്, ഇപ്പം നമ്മൾ ഇംഗ്ലീഷിലും മലയാളത്തിലെ പോലെയല്ല നമ്മൾ ഞാൻ നീ എന്നൊക്കെ ഉള്ളതിന് നമ്മൾ പ്ലൂറലായിട്ട്, അതായത് കുറേ ആൾക്കാരെ സംബോധന ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ കുറച്ച് റെസ്പെക്റ്റായിട്ടൊക്കെയാണ് നമ്മൾ ഐ യു ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ അങ്ങനെ തന്നെ മനസ്സിലാക്കി വയ്ക്കുക. അപ്പം ആം വേറെ ഒന്നിൻ്റെ കൂടെയും വരില്ല, ഐയുടെ കൂടെ മാത്രമേ വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ അവർ അധ്യാപകരാണ് എന്ന് വരുമ്പോൾ എന്ത് വരും? അവിടെ അവരോടൊപ്പം ആമോ ഈസോ അല്ല വരുന്നത്, അവരോടൊപ്പം വരുന്നത് ആറാണ്. അവർ അധ്യാപകരാണ്, ദേ ആർ ടീച്ചേഴ്സ്. അവരാണ് അധ്യാപകർ, ഇതാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ വരുന്നത്. ഓക്കെ, ദേ ആർ ടീച്ചേഴ്സ്, അവർ അധ്യാപകരാണ്. ഓക്കെ, എന്നാൽ അവർ വിഷമത്തിലാണ്, ദേ ആർ സാഡ്. അവർ സന്തോഷവാന്മാരാണ്, ദേ ആർ ഹാപ്പി. അവർ ദേഷ്യത്തിലാണ്, ദേ ആർ ആങ്ക്രി. അവർ വിശപ്പിലാണ്, ദേ ആർ ഹംഗ്രി. ഓക്കെ, അപ്പം ഇങ്ങനെ നമുക്ക് എളുപ്പത്തിൽ സെൻറ്റൻസുകൾ ഉണ്ടാക്കാം. അപ്പം ഈ ഒരു സെൻറ്റൻസിൻ്റെ കൺസ്ട്രക്ഷൻ, അതായത് ഇപ്പം ഞാൻ ആണ് അല്ലെങ്കിൽ ആകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ പോലും ഇത് മുമ്പുള്ള കാര്യത്തിലേക്ക് വരുമ്പോൾ ഇപ്പം അവൾ ടീച്ചറായിരുന്നു, ഞാനും ടീച്ചറായിരുന്നു എന്ന് പറയില്ലേ. ഇപ്പം ഞാൻ ടീച്ചറല്ല, ഞാൻ ടീച്ചറായിരുന്നു എന്ന് പറയില്ലേ. എന്നാൽ ഞാൻ ടീച്ചർ ആകും എന്ന് വരുമ്പം ഈ ആകുന്നു എന്നുള്ളത് ആയിരുന്നു എന്നും ആകും എന്നും രീതികൾ മാറി ഇല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെയും വാക്കുകളല്ല മാറുന്നത്, ഓക്സിലിയറി വെർബ്സാണ് മാറുന്നത്.
ഓക്കെ, ഇവിടെ നമ്മൾ ആണ്, ആകുന്നു എന്നതിന് ആം അല്ലെങ്കിൽ ഈസ് അല്ലെങ്കിൽ ആർ ഉപയോഗിച്ചെങ്കിൽ ആയിരുന്നു എന്ന് വരുമ്പോഴേക്കും നമുക്ക് എന്ത് പറയാൻ പറ്റും? വാസ് അല്ലെങ്കിൽ വേർ ഉപയോഗിക്കും. ഇവിടെ ഞാൻ നിങ്ങൾ മറന്നുപോയെങ്കിൽ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ ലൈക്ക് ചെയ്ത് തന്നെ മുന്നോട്ട് പോകണേ. അതുപോലെ ഏറ്റവും അവസാനം കൊടുത്തിരിക്കുന്ന സ്പീക്കിംഗ് പ്രാക്ടീസ് മറക്കരുത്, അത് നിങ്ങൾ കമൻറ്റുകളായിട്ട് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം 1-2 ക്വസ്റ്റ്യൻ രൂപത്തിൽ 2-3 സെൻറ്റൻസ് കൊടുത്തിരുന്നു. അത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് ടൈപ്പ് ചെയ്തേക്കണേ. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നോക്കൂ, ആയിരുന്നു എന്ന് പറയാൻ ആം, ഈസ്, ആർ മാറ്റിയിട്ട് നമുക്ക് വാസ് അല്ലെങ്കിൽ വേർ ഉപയോഗിക്കാം. ഇവിടെയും ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ആം അയ്യോടൊപ്പം ആണെങ്കിൽ ഈസ് എന്ന് പറയുന്നത് ഒരാളുടെ മാത്രം കൂടിയാണ്, ഒറ്റയാൾ ഉപയോഗിക്കുമ്പോൾ. ഓക്കെ, അവിടെ നമ്മൾ ഹീ പറഞ്ഞപ്പോൾ ഒറ്റയാൾ ഉപയോഗിക്കുമ്പോൾ. എന്നാൽ ആർ വരുന്നത് കുറേ പേരുള്ളപ്പോഴാണ്, അതായത് ധാരാളം പേരെ ഒന്നിച്ചെടുത്ത് കേൾപ്പിക്കുമ്പോഴാണ് നമ്മൾ ആർ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ വാസ് ഓർ വെയർ എന്നത്, വാസ് എന്ന് പറയുന്നത് ഐയുടെയും അതുപോലെ സിംഗുലറായി ഒറ്റയാൾ മാത്രം വരുന്നിടം എല്ലാം നമ്മൾ വാസാണ്. പക്ഷേ യു അല്ലെങ്കിൽ അതുപോലെ ധാരാളം പേര് വരുന്നിടത്ത് നമ്മൾ വേറാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഞാൻ പറയാണ്, ഞാനൊരു ടീച്ചർ ആയിരുന്നു. ഇവിടെ ടീച്ചർ ആയിരുന്നു എന്ന് വരുമ്പോൾ അവിടെ ആം, ഈസ്, ആർ മാറിയിട്ട് അവിടെ എന്ത് വരണം? ആമും ഈസും മാറുക, അവിടെ വാസ് വരണം. ഓക്കെ, അവിടെ വാസ് വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആം അല്ലെങ്കിൽ ഈസിൻ്റെ പാസ്റ്റ് ഫോമാണെന്ന് പറയും. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആ ഫോംസൊക്കെ പഠിക്കാം. പാസ്റ്റ് ഫോമാണ് ഈ വാസ് എന്ന് പറയും. അതായത് ആകുന്നു അല്ലെങ്കിൽ ആണെന്ന് പറയുന്നതിന് നമ്മൾ ആയിരുന്നു എന്നാക്കൂലേ, അതുപോലെ ആം, ഈസ് എന്നതിന് എന്തായിട്ട് മാറണം? വാസായിട്ട് മാറണം. അപ്പോൾ ഐ ആം എ ടീച്ചർ എന്നുള്ളത് എന്തായി മാറണം? ഞാനൊരു ടീച്ചർ ആയിരുന്നു എന്ന് പറയുമ്പോൾ ഐ വാസ് എ ടീച്ചർ, ഞാനൊരു ടീച്ചർ ആയിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകുന്നില്ലെങ്കിൽ തെറ്റ് എന്തെങ്കിലും ഉണ്ടാവുമോ എന്ന് ഫീലിംഗ് ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. ഞാനത് കുറേ കൂടെ വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം നെക്സ്റ്റ് ക്ലാസ്സിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് ബിഗിനേഴ്സ് ചലഞ്ച് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ നിങ്ങളുടേതായ രീതിയിൽ കുറച്ച് സെൻറ്റൻസുകൾ എഴുതി നോക്കണം. ഇപ്പം ഞാനൊരു ടീച്ചറാണ് എന്ന് പറയുന്നത്, നിങ്ങളൊരു ഡ്രൈവർ ആണെങ്കിൽ ഞാനൊരു ഡ്രൈവർ ആണ് എന്ന് പറഞ്ഞ് എഴുതി നോക്കുക. ഞാനൊരു ഡ്രൈവർ ആയിരുന്നു എന്ന് വരുമ്പോൾ എന്ത് വരും? ഐ വാസ് എ ഡ്രൈവർ. ഇപ്പോൾ എനിക്ക് ആ ജോലിയല്ല, എനിക്ക് വേറെ ജോലിയല്ല, ആണ് ഐ വാസ് എ ഡ്രൈവർ. ഓക്കെ, ഞാൻ സന്തോഷവാനായിരുന്നു, ഐ വാസ് ഹാപ്പി. ഞാൻ വിഷമത്തിലായിരുന്നു, ഇപ്പം ഞാൻ ഓക്കെയാണ്, ഇപ്പം ഞാൻ സന്തോഷത്തിലാണ് എന്ന് പറയുന്നു, ഞാൻ വിഷമത്തിലായിരുന്നു. അപ്പോൾ നോക്കൂ, ഞാൻ സന്തോഷവാനാണ് എന്ന് പറയുമ്പോൾ ഐ ആം ഹാപ്പിയും, ഞാൻ സന്തോഷവാനായിരുന്നു എന്ന് വരുമ്പോൾ ഐ വാസ് ഹാപ്പിയുമായി, അല്ലേ? എന്നാൽ ഞാൻ ദുഃഖിതനായിരുന്നു എന്ന് വരുന്നപ്പോൾ ഐ വാസ് സാഡ്, ഞാൻ ദുഃഖിതനാണ് എന്ന് വന്നപ്പോൾ ഐ ആം സാഡ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ വീണ്ടും വീണ്ടും ഇത് വെച്ചിട്ട് തന്നെ വേറെ വേറെ സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ച് നോക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഐ വാസ് വെച്ചിട്ട് വന്നു. എന്നാൽ പിന്നീട് നമ്മൾ പറഞ്ഞത് അവൻ ടീച്ചറാണ് എന്നുള്ളത് എന്തായി? അവൻ ടീച്ചറായിരുന്നു എന്ന് ഹി വാസ് എ ടീച്ചറാക്കി. ഇനി അവർ ടീച്ചേഴ്സ് ആണ്, അവർ അധ്യാപകരാണ് എന്നത് അവർ അധ്യാപകരായിരുന്നു എന്ന് പറയാൻ ദേ ആർ ടീച്ചേഴ്സ് എന്തായി മാറണം? ദേ വെയർ ടീച്ചേഴ്സായി മാറണം. ഓക്കെ, അവർ സന്തോഷവാനായിരുന്നു എന്നാണെങ്കിലോ ദേ വെയർ ഹാപ്പി. അവർ ദുഃഖിതരായിരുന്നു, ദേ വെയർ സാഡ്. അവർ ദേഷ്യക്കാരായിരുന്നു, ദേ വെയർ ആങ്ക്രി. ഓക്കെ, അപ്പം ഇവിടെ വാസ്, ഹീ അല്ലെങ്കിൽ ഐ എന്ന സിംഗുലർ വരുമ്പോൾ അവിടെ വാസ് ആണെങ്കിൽ പ്ലൂറലായ അതേപോലെയുള്ള സബ്ജക്റ്റുകൾ വരുമ്പോൾ അവിടെ വേറായി. എന്നാൽ യു എന്നത് നീ ഒരാൾക്കാണ് അല്ലെങ്കിൽ നിങ്ങൾ എന്നതാണ്. ഇപ്പോൾ യു നമ്മൾ മനസ്സിലാക്കേണ്ടത് നീ ആയാലും നിങ്ങളായാലും അതിനെ ഒരു പ്ലൂറൽ സബ്ജക്റ്റായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം നീ ഒരു ടീച്ചറാണ് എന്നതെന്താവും? നീ ഒരു ടീച്ചർ ആയിരുന്നു. അപ്പോൾ എങ്ങനെ വരണം? യു ആർ എ ടീച്ചർ മാറിയിട്ട് അവിടെ യു വെയർ എ ടീച്ചർ.
ഓക്കെ, അപ്പം നീ ഒരു ടീച്ചർ ആയിരുന്നു എന്ന് പറയാൻ യു വെയർ എ ടീച്ചർ. നീ ഹാപ്പി ആയിരുന്നു, യു വെയർ ഹാപ്പി. നീ ദുഃഖിതനായിരുന്നു, യു വെയർ സാഡ്. നീ ദേഷ്യക്കാരനായിരുന്നു, യു വെയർ ആങ്ക്രി. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആകുന്നു അല്ലെങ്കിൽ ആണ് എന്നതായിരുന്നു എന്ന് മാറാനായിട്ട് വേറെ ഒന്നും അവിടെ മാറുന്നില്ല. ഓക്സിലിയറി വേർബായ അവിടെ അതിനെ വെർബായിട്ട് നമ്മളിപ്പം ഇവിടെ മനസ്സിലാക്കേണ്ടത് അത് ഹെൽപ്പിംഗ് വെർബാണെങ്കിൽ പോലും അതിനെ ഒരു പ്രവൃത്തിയായിട്ട് അല്ലെങ്കിൽ ഒരു മെയിൻ വെർബായിട്ടാണ് നമ്മളിവിടെ കാണുന്നത്. ഈ പറഞ്ഞ ആം, ഈസ്, ആർ എല്ലാം ഓക്സിലിയറി വെർബാണ്. പക്ഷേ ഇവിടെ മറ്റ് വെർബുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ നമ്മളിതിനെ മെയിൻ വെർബായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ മെയിൻ വെർബിനകത്ത് അല്ലെങ്കിൽ സാധാരണ മെയിൻ വെർബിനകത്ത് ഓക്സിലറീസ് ചേർക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഈ വെർബിൻ്റെ മാത്രം ആവശ്യമേ ആണ് അല്ലെങ്കിൽ ആയിരുന്നു എന്നുള്ളതിന് വരുന്നുള്ളൂ. ഓക്കെ, എന്നാൽ ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് മാറിയിട്ട് ഇനി നീ നാളെ ഒരു സമയത്ത് ടീച്ചറാകും, നീ ഒരു ടീച്ചറാകും എന്ന് പറയാനായിട്ട് എന്താവും നോക്കൂ. നമ്മളിപ്പം ഞാനൊരു ടീച്ചറാണ് അല്ലെങ്കിൽ ഞാനൊരു ടീച്ചറായിരുന്നു, ഐ ആം എ ടീച്ചർ, ഐ വാസ് എ ടീച്ചർ എന്നത് മാറി ഞാനൊരു ടീച്ചറാകും എന്ന് പറയാനായിട്ട് യു അല്ലെങ്കിൽ ഐ, ഞാനൊരു ടീച്ചറാകും എന്ന് പറയാനായിട്ട് ഐ വിൽ ബി, ഈ ആം, ഈസ്, ആർ അല്ലെങ്കിൽ വാസ് ഓർ വെയർ ചേർക്കുന്നതിന് പകരം ആകും എന്നതിന് വിൽ ബി ആണ് ചേർക്കേണ്ടത്. അപ്പോൾ ഐ വിൽ ബി എ ടീച്ചർ. ഓക്കെ, ഐ വിൽ ബി എ ടീച്ചർ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ സിംഗുലർ ആയാലും പ്ലൂറലായാലും ഒക്കെ, അതായത് ഇപ്പം ഞാനൊരു ടീച്ചറാകും എന്നത് അവനൊരു ടീച്ചറാകും എന്ന് പറഞ്ഞാലും അവിടെ എന്താണ് വരുന്നത്? ഹീ വിൽ ബി എ ടീച്ചർ. അവർ ടീച്ചേഴ്സ് ആകും എന്നാണെങ്കിലോ ദേ വിൽ ബി ടീച്ചേഴ്സ്. അപ്പം ഇവിടെ ഏത് വന്നാലും എങ്ങനെയാണ് വരുന്നത്? വിൽ ബി തന്നെ ആയിരിക്കും. അതിന് സിംഗുലറിനോ പ്ലൂറലിനോ ഒരു മാനദണ്ഡം ഇല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാനൊരു ടീച്ചറാണ്, ഐ ആം എ ടീച്ചർ, ഞാനൊരു ടീച്ചർ ആയിരുന്നു, ഐ വാസ് എ ടീച്ചർ, ഞാനൊരു ടീച്ചറാകും, ഐ വിൽ ബി എ ടീച്ചർ. എന്നാൽ ഈ 3 കാര്യങ്ങളെയും നമുക്ക് മറ്റൊരു രീതിയിലൂടെ നോക്കാം. ഇപ്പം ഞാനൊരു ടീച്ചർ അല്ല എന്ന് പറയാൻ ആകില്ല എന്നല്ല കേട്ടോ, അല്ല, ഞാനൊരു ടീച്ചർ അല്ല, അവസ്ഥയാണ്. ഇത് 3 നമ്മൾ അവസ്ഥയാണ്, അതായത് ആണ് എന്നും ആയിരുന്നു എന്നും ആകും എന്ന് പറയുന്നതും ഇപ്പോഴത്തതും മുമ്പുള്ളതും ഇനിയുള്ളതുമായ അവസ്ഥകളെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ഒരു ടീച്ചർ അല്ല എന്ന് പറയാൻ ഐ ആം എ ടീച്ചർ എന്നുള്ളതിന് ഐ ആം നോട്ട് എ ടീച്ചർ, ആ ഓക്സിലിയറി വേർബിനോടൊപ്പം നമ്മൾ നോട്ട് ആഡ് ചെയ്താൽ, നോട്ടെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നോ എന്ന് പറഞ്ഞാൽ അല്ല അല്ലെങ്കിൽ ഇല്ല ആണല്ലോ. അപ്പം ഞാനൊരു ടീച്ചർ അല്ല എന്ന് പറയാൻ ഐ നോട്ട് പറഞ്ഞാൽ പറ്റൂല. അവിടെ ആമിനോടൊപ്പം എവിടെയായാലും നമ്മളിപ്പം ഏത് കാര്യത്തിന് നമുക്കൊരു കാര്യം അല്ല അല്ലെങ്കിൽ ഇല്ല എന്ന് പറയാനും അവിടെ ഏത് ഓക്സിലിയറി വെർബാണോ ആ സെൻറ്റൻസിലുള്ളത് ആ ഓക്സിലിയറി വെർബിനോടൊപ്പമായിരിക്കണം നമ്മൾ നോട്ട് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഐ ആം നോട്ട് എ ടീച്ചർ. ഓക്കെ, എന്നാൽ അവൻ ഒരു ടീച്ചർ അല്ല എന്നാണെങ്കിലോ ഹീ ഈസ് നോട്ട് എ ടീച്ചർ. അവർ അധ്യാപകരല്ല എന്ന് പറയാൻ ദേ ആർ നോട്ട് ടീച്ചേഴ്സ്. ഓക്കെ, ഐ ആം നോട്ട്, ഹീ ഈസ് നോട്ട്, ദേ ആർ നോട്ട്. പെട്ടെന്ന് മനസ്സിലായല്ലോ. ഇനി നോക്കൂ, ഞാനൊരു ടീച്ചറാണ് എന്ന് പറഞ്ഞപ്പോൾ ഐ ആം എ ടീച്ചർ. ഞാനൊരു ടീച്ചർ ആണോ എന്ന് ചോദിക്കാൻ എന്ത് വരും? ഈ അയാം എന്നുള്ളതിനെ നമ്മൾ നേരെ തിരിച്ചിട്ട് ആം ഐ എന്നാക്കുമ്പോൾ അത് ചോദ്യമാവും. അതായത് എവിടെയാണെങ്കിലും ഓക്സിലിയറി വെർബ് ഫസ്റ്റ് എഴുതിയാൽ അത് ഒരു ചോദ്യമാണ്. ഐ ആം എ ടീച്ചർ എന്നുള്ളത് ആം ഐ എ ടീച്ചർ, ഞാനൊരു ടീച്ചർ ആണോ. എന്നാൽ യു ആർ എ ടീച്ചർ, നീ ഒരു ടീച്ചറാണോ എന്നാണെങ്കിലോ യു ആർ എന്നുള്ളത് എന്തായി മാറണം? ആർ യു എന്നാക്കണം. ആർ യു എ ടീച്ചർ. അപ്പോൾ അവനൊരു ടീച്ചറാണോ എന്നുള്ളത് എങ്ങനെ ആവും? ഹീസ് എ ടീച്ചർ എന്താവണം? ഈസ് ഹീ എ ടീച്ചർ. അവർ അധ്യാപകരാണോ എന്നാവുമ്പോഴോ അപ്പോൾ അവിടെ എന്താവും? ആർ ദേ ടീച്ചേഴ്സ്. അപ്പം ഇവിടുത്തെ ഈ ഒരു കാര്യം മനസ്സിലായോ? അതായത് ഏത് സെൻറ്റൻസ് ആണെങ്കിലും അത് നെഗറ്റീവായിട്ട് ചോദിക്കുകയാണെങ്കിലും പോസിറ്റീവായിട്ട് ചോദിക്കുകയാണെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ആ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? അത് ആ ഓക്സിലിയറി വേർബിനെ ആദ്യം എഴുതി കഴിഞ്ഞാൽ ആ സെൻറ്റൻസ് എന്തായി മാറും? അത് ക്വസ്റ്റ്യനായി മാറും.
അത് നമ്മുടെ മനസ്സിൽ വേണം. ഇപ്പം ഞാൻ ഏറ്റവും അവസാനം കൊടുക്കുന്ന ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ, അതായത് മലയാളത്തിലുള്ള സെൻറ്റൻസ് നിങ്ങൾ സ്പീക്കിംഗ് പ്രാക്ടീസായിട്ട് കമൻറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും, ഒരു സംശയമില്ല. ഓക്കെ, അപ്പം നോക്കൂ, ഇപ്പോൾ പറയാണ് ഇപ്പം നമ്മൾ ആദ്യമല്ല അയാം എ ടീച്ചർ. അവിടെ ഇനി നിങ്ങൾ മറ്റൊരു കാര്യം നോക്കൂ. അവൻ ടീച്ചറാണെന്ന് പറഞ്ഞപ്പോൾ ഹീ ഈസ് എ ടീച്ചർ പറഞ്ഞു. അവനൊരു ടീച്ചറാണോ എന്ന് ചോദിച്ചപ്പോൾ ഈസ് ഹീ എ ടീച്ചർ പറഞ്ഞു. എന്നാൽ അവനൊരു ടീച്ചർ അല്ല എന്ന് പറഞ്ഞപ്പോൾ ഹീ ഈസ് നോട്ട് എ ടീച്ചർ എന്ന് പറഞ്ഞു. ഇനി അടുത്തൊരു പ്രധാന പോയിന്റ് പറയാണ്, അവനൊരു ടീച്ചർ അല്ലേ എന്ന് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മുമ്പേ നമ്മൾ ഈസ് ഹീ ആണ് എടുത്തതെങ്കിൽ ഇനി നമ്മൾ എടുക്കേണ്ടത് ഏതാണ്? ഈസിൻറ്റ് ഹീ എ ടീച്ചർ. ഓക്കെ, അവനൊരു ടീച്ചർ അല്ലേ, ഇസിൻറ്റ് ഹി എ ടീച്ചർ. ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞ ആയിരുന്നു ആകും എന്നുള്ളതിലും വരുന്നത്. ഓക്കെ, അവനൊരു ടീച്ചർ ആയിരുന്നു, ഹി വാസ് എ ടീച്ചർ. അവനൊരു ടീച്ചർ ആയിരുന്നില്ല, അങ്ങനെയാണെങ്കിലോ ഹി വാസ് നോട്ട്, ഹി വാസ് നോട്ട് എ ടീച്ചർ. ഓക്കെ, അപ്പോൾ അവനൊരു ടീച്ചർ ആയിരുന്നു എന്നാണെങ്കിൽ ഹി വാസ് എന്ത് ചെയ്യണം? ആദ്യം എഴുതണം. അപ്പം വാസ് ഹി എ ടീച്ചർ, വാസ് ഹി എ ടീച്ചർ. അപ്പം അവനൊരു ടീച്ചർ ആയിരുന്നില്ലേ? ആയിരുന്നില്ല എന്ന് പറയാൻ വാസ് നോട്ട് പറഞ്ഞു. അപ്പം വാസിൻറ്റ് അല്ലെങ്കിൽ വാസ് നോട്ട് എന്നുള്ളതിനെ ഒറ്റ ഇതിലെഴുതുന്നതാണ്, അതിൻ്റെ ഷോർട്ട് ഫോമാണ് വാസിൻറ്റ് ഹി എ ടീച്ചർ. ഓക്കെ, ഇനി നോക്കൂ, അവർ ടീച്ചേഴ്സ് ആയിരുന്നു, ദേ വെയർ ടീച്ചേഴ്സ്. അവർ ടീച്ചേഴ്സ് ആയിരുന്നില്ല, ദേ വെയർ നോട്ട് ടീച്ചേഴ്സ്. അവർ ടീച്ചേഴ്സ് ആയിരുന്നോ? വെയറിൻ്റെ സ്പെല്ലിങ് ശ്രദ്ധിക്കുക. വെയർ WERE ആണ്, എവിടെ എന്നുള്ള വെയറിനാണ് WHERE. ഓക്കെ, വെയർ ദേ ടീച്ചേഴ്സ്. അപ്പോൾ അവർ ടീച്ചേഴ്സ് ആയിരുന്നില്ലേ? വെയറിൻറ്റ് ദേ ടീച്ചേഴ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ മനസ്സിലാക്കുക, വളരെ എളുപ്പത്തിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങളും ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നെഗറ്റീവ്സും ഒക്കെ എഴുതാൻ പറ്റുന്ന സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് എൻ്റെ പേഴ്സണൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലുള്ളത്. അപ്പം ആ ഒരു ക്ലാസ്സുമായിട്ട് ബന്ധപ്പെടേണ്ടവർ ആ നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ, ഇവിടെ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യുക. ഒപ്പം നിങ്ങൾ ലൈക്ക് ചെയ്ത് തന്നെ മുന്നോട്ട് പോകാൻ മറക്കാതിരിക്കുക, മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു അവനൊരു ടീച്ചർ ആകും എന്ന് പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? ഹീ വിൽ ബി എ ടീച്ചർ. അവനൊരു ടീച്ചർ ആകും, ഹീ വിൽ ബി എ ടീച്ചർ. അപ്പോൾ അവനൊരു ടീച്ചർ ആകില്ല എന്നാണെങ്കിലോ ഏതിൻ്റെ കൂടാണ് നമ്മൾ നോട്ട് ആഡ് ചെയ്യേണ്ടത്? വില്ലിൻ്റെ കൂടെ. ഹീ വിൽ നോട്ട് ബി എ ടീച്ചർ, ഹീ വിൽ നോട്ട് ബി എ ടീച്ചർ. അപ്പോൾ അവനൊരു ടീച്ചർ ആകുമോ എന്നാണെങ്കിൽ ഹീ വിൽ ബി എന്നുള്ളതെടുത്ത് വിൽ ഹീ ബി എന്നാക്കണം. അപ്പോൾ എന്താവും? വിൽ ഹീ ബി എ ടീച്ചർ. ഇപ്പം അവൻ ടീച്ചർ ആകില്ലേ എന്നാണെങ്കിലോ വോണ്ട് ഹീ ബി എ ടീച്ചർ അല്ലെങ്കിൽ വിൽ നോട്ട് ഹീ ബി എ ടീച്ചർ. അപ്പോൾ അവിടെ നമുക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെയൊക്കെയാണ് ആമി സാർ ചേർത്തിട്ടാകുന്നു അല്ലെങ്കിൽ ആണ് എന്നും, വാസൂർ വെയർ ചേർത്തിട്ടായിരുന്നു എന്നും, വിൽ ബി ചേർത്തിട്ടാകും എന്നത് നമുക്ക് മനസ്സിലായി. ഇപ്പം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത് മാക്സിമം ഇപ്പം ഞാൻ സന്തോഷവാനാണ്, ഐ ആം ഹാപ്പി. ഞാൻ സന്തോഷവാനല്ല, ഐ ആം നോട്ട് ഹാപ്പി. ഞാൻ സന്തോഷവാനായിരുന്നു, ഐ വാസ് ഹാപ്പി. ഞാൻ സന്തോഷവാനാകും, ഐ വിൽ ബി ഹാപ്പി. ഇങ്ങനെ നിങ്ങൾക്കറിയാവുന്ന പുതിയ പുതിയ വാക്കുകൾ ചേർത്തിട്ട്, ഇപ്പോൾ ഹാപ്പി, ആംഗ്രി, സാഡ്, തേഴ്സ്റ്റി, ഇതൊക്കെ നമുക്കറിയാവുന്ന വാക്കുകളാണ്. അത് ചേർത്ത് ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വേറെ വേർബ്സ് ഒന്നുമില്ല. അവിടെ ആ കുഞ്ഞു കുഞ്ഞു ഓക്സിലറി വേർബ്സ് മാത്രമാണ്. ആമിസർ, വാസ്, വെയർ, വില്ലാണ് ഞാനിപ്പോൾ പഠിപ്പിച്ചത്. അപ്പം ഇത്രയും ഇത് മാത്രം ഉപയോഗിച്ചാണ് നമ്മളിപ്പോൾ ഇത്രയും സെൻറ്റൻസുകൾ പഠിച്ചത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ മുമ്പേ പറഞ്ഞ രീതിയിലുള്ള എ ആൻഡ് ദി വെച്ചിട്ടുള്ള വേർഡ്സും സെൻറ്റൻസുകളും ഒപ്പം ഇപ്പോൾ ഈ പറഞ്ഞ ആമിസർ, വാസ്, വെയർ, വിൽ ബി ഇതൊക്കെ ഉപയോഗിച്ചു കൊണ്ടുള്ള സെൻറ്റൻസുകളും നിങ്ങൾ മേക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കൂടുതൽ സംസാരിക്കാൻ പറ്റും, കൂടുതൽ സെൻറ്റൻസുകൾ കൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടാക്കും. അപ്പം നിങ്ങളുടെ വൊക്കാബുലറി ബൂസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ അപ്പോൾ വൊക്കാബുലറി ബൂസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പം നിങ്ങൾ നോക്കുക, ചുറ്റുമുള്ളത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. പക്ഷേ നമ്മൾ ചിന്തിക്കുന്നത് നമുക്കറിയില്ല എന്നാണ്. പക്ഷേ യു ഷുഡ് ബി കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്താൽ തീർച്ചയായും നിങ്ങളിത് ഇംഗ്ലീഷ് സംസാരിക്കാൻ സഹായിക്കും. അപ്പോൾ ഇവിടെ ഇനി നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പഠിപ്പിച്ച 7 വാക്കുകൾ ആം, ഈസ്, ആർ, വാസ്, വെയർ, വിൽ, ഇത്രയും വേർഡ്സുകൾ മാത്രം വെച്ചിട്ട് എങ്ങനെയൊക്കെ നിങ്ങൾക്ക് സെൻറ്റൻസ് ഉണ്ടാക്കാൻ പറ്റും
എന്ന് നോക്കുക. അപ്പം ഞാനിത് ഇന്ന് ഈ പറഞ്ഞത് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള വേസ് ആണ്. പക്ഷേ ഇനി വരുന്നത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വളരെ പ്രധാനപ്പെട്ട വെർബുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയൊക്കെ നമുക്ക് ചേർത്ത് നമുക്ക് ഓരോരോ പുതിയ പുതിയ സെൻറ്റൻസുകൾ ഉണ്ടാക്കാം, എന്തൊക്കെ മാറ്റങ്ങളാണ് അവിടെ വരേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ക്ലാസ്സുകൾ മുമ്പ് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഇത് കാണുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പുതിയ പുതിയ ക്ലാസ്സുകളിലേക്ക് നിങ്ങൾ വരാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് നമ്മൾ ഇത്രയും നേരം പഠിച്ച വേർഡ്സുകൾ വെച്ചിട്ടുള്ള സ്പീക്കിംഗ് പ്രാക്ടീസാണ്. അപ്പോൾ ആ സ്പീക്കിംഗ് പ്രാക്ടീസ് നിങ്ങൾ ചെയ്യുമ്പോൾ അത് നിങ്ങൾ ഒരു സെൻറ്റൻസ്, ഇപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇപ്പം ഞാൻ പറയുന്നത് അവൻ സന്തോഷവാനാണോ എന്നാണ്. അപ്പോൾ ഈ അവൻ സന്തോഷവാനാണോ എന്ന ചോദിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഈ സന്തോഷം എന്നുള്ളതിന് പകരം വേറെ പല വാക്കുകളും ചേർത്തിട്ട് അതിങ്ങനെ മാറ്റിയും തിരിച്ചും എഴുതി നോക്കാം. ഓക്കെ, അപ്പോൾ നോക്കൂ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അവൻ സന്തോഷവാനാണോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ അവർ അധ്യാപകർ ആകുമോ. തേർഡ് ക്വസ്റ്റ്യൻ അവൾ സന്തോഷവതിയായിരുന്നു. ഫോർത്ത് ക്വസ്റ്റ്യൻ കുട്ടികൾ അധ്യാപകരാകും. അവർ ദുഃഖിതരാണോ. അവൾ സന്തോഷവതിയല്ല. അവൻ പോലീസ് ഓഫീസറാകും. അവൻ ബുദ്ധിമാനാണ്. അവൻ ബുദ്ധിമാനല്ല. അവൻ ബുദ്ധിമാനാണോ. അവൻ ബുദ്ധിമാനല്ലേ. ഓക്കെ, പിന്നെ സന്തോഷവാനാണ് എന്നുള്ളത് വെച്ചിട്ട് അവൾ സന്തോഷവതിയാണ്, അതുപോലെ ആയിരുന്നു, ആകും വെച്ചിട്ടും നെഗറ്റീവ്സും ക്വസ്റ്റ്യൻസും ഉണ്ടാക്കുന്ന രീതിയിൽ മാക്സിമം, അതായത് ഇപ്പം അവൾ സന്തോഷവതിയാണ്, അവൾ സന്തോഷവതിയാകും, അവൾ സന്തോഷവതിയായിരുന്നു, പിന്നെ അവൾ സന്തോഷവതിയായിരുന്നോ, അവൾ സന്തോഷവതിയായിരുന്നില്ലേ, അവൾ സന്തോഷവതിയാകില്ലേ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ വാക്ക് വെച്ചിട്ട് തന്നെ ഡിഫറെൻ്റ് ആയിട്ട് നിങ്ങൾ സ്വയം ചെയ്ത് നോക്കുക. എന്നിട്ട് ഈ ഒരു ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റുകളായിട്ട് ടൈപ്പ് ചെയ്യുക. ഒപ്പം പേഴ്സണൽ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളിൽ കോൺടാക്റ്റ് ചെയ്യാനുള്ളവർ ഈ നമ്പറിൽ ബന്ധപ്പെടുക. അതുപോലെ തന്നെ മാക്സിമം ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലേക്ക് ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളുടെ പ്ലേലിസ്റ്റുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളതെല്ലാം ക്ലാസ്സുകൾ ശരിയായി കാണാൻ ശ്രമിക്കുക. ഈ പറഞ്ഞ ഓക്സിലറി വേർബ്സ് അല്ലാതെ മറ്റുള്ള ഓക്സിലറി വേർബ്സും ചേർത്തിട്ട് നമ്മൾ ഒന്നും ശൈലികളായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് ഇനി വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ എല്ലാ ക്ലാസ്സും ഈ 10 days ചാലഞ്ച് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇപ്പം ഇതിന് ശേഷം ഞാൻ 3-4 ക്ലാസ്സസ് ഒന്നിച്ച് ഞാൻ ക്ലാസ്സസ് കമ്പൈൻ ചെയ്ത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ആ ക്ലാസ്സുകൾ മുഴുവനായി നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ഈ ഒരു 10 days ക്ലാസ് കഴിയുമ്പോഴേക്കും നിങ്ങൾ ഏകദേശം നന്നായി കോൺഫിഡൻ്റ് ആവുന്നതായിരിക്കും. അത് ടെൻസെന്നോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളെന്നോ ഉള്ള രീതിയിലല്ല, മറിച്ച് നിങ്ങൾ ഓരോന്നും ഓരോ ശൈലികളായിട്ട് ഇപ്പം നമ്മൾ ഈ പഠിച്ച പോലെ എങ്ങനെയൊക്കെ അത് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും, അതെങ്ങനെ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റും എന്നുള്ള ഒരു രീതിയിലാണ് നമ്മളിപ്പോൾ ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പം ആർക്കെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. നിങ്ങളുടെ ലൈക്കുകൾ ഏറ്റവും അത്യാവശ്യമാണ്. മാക്സിമം ഷെയർ ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്കുള്ള സംശയങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തി എൻ്റെ പേഴ്സണൽ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ കോൺടാക്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ വിളിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.